ഇതുപോലൊരു നുണയനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. അമിത്ഷാ പറഞ്ഞത് ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചാണ്. 12 വർഷത്തിലധികം കേജ്രിവാൾ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മലിനമാക്കപ്പെട്ട യമുന നദിയെ താൻ ശുദ്ധീകരിച്ച് അതൊരു ലണ്ടൻ തീരത്തുള്ള തേംസ് നദിയെ പോലെയാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് യമുനയിൽ ഞാൻ കുളിക്കും. ഇപ്പം അമിത്ഷാ ചോദിക്കുന്നത്, അരവിന്ദ് കെജ്രിവാളും ഭാര്യയും കൂടി യമുനയിൽ കുളിച്ചോ? ആ ഒരു ലോക സംഭവം, ആ സംഭവത്തിന് വേണ്ടി എല്ലാവരും ഇപ്പോഴും ഉറ്റുനോക്കുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് ഒരിക്കലും യമുന നന്നാക്കാൻ കഴിയില്ല. കാരണം വാഗ്ദാനങ്ങളിൽ മാത്രമാണ് അവർ ജീവിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന് വേണമെങ്കിൽ നേരെ പ്രയാഗ്രാജിൽ വന്ന് കുംഭമേളയിൽ വന്ന് ഗംഗാ നദിയിൽ കുളിക്കാം. എന്നിട്ട് ഇതുവരെ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പപേക്ഷിക്കാം, അല്ലെങ്കിൽ ആ തെറ്റുകളിൽ നിന്നൊക്കെ മോചനം നേടാം, ആ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാം. ഇതാണ് അമിത്ഷാ പറയുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞു, BJP ഡൽഹിയിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ യമുനയെ തങ്ങൾ ശുദ്ധീകരിക്കും. അത് ഗുജറാത്തിലെ സബർമതി തീരം സബർമതിയെ ശുദ്ധീകരിച്ചതുപോലെ യമുനയെയും ശുദ്ധീകരിക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ ഒരു നുണയനാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പൊ ഏറ്റവും അധികം ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ്. കാരണം ഡൽഹിയിൽ മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന എന്നൊരു പരിപാടി തങ്ങൾ നടത്തുന്നതായി, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതായാണ് അവർ വാഗ്ദാനം ചെയ്തത്. സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കും, ഞങ്ങൾ ഇനി ഇലക്ഷൻ നടത്തി അധികാരത്തിൽ വന്നാൽ 2500 രൂപ കൊടുക്കും പ്രതിമാസം. അങ്ങനെ വീട് വീടാന്തരം കയറി ഇറങ്ങി ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ വനിതകളിൽ നിന്ന് അപേക്ഷകൾ വാങ്ങി. അതോടൊപ്പം തന്നെ അവരുടെ ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പി ഉണ്ടായിരുന്നു, ആധാർ കാർഡിന്റെ കോപ്പി ഉണ്ടായിരുന്നു, അവരുടെ ഒറിജിനൽ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അങ്ങനെ വീട് വിടാന്തരം കയറി ലക്ഷക്കണക്കിന് സ്ത്രീകളിൽ നിന്ന് അവർ ഞങ്ങൾ പണം തരാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സർക്കാരിന്റെ പണം നൽകുകയാണെന്ന് പറഞ്ഞ് രേഖകൾ വാങ്ങുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് ഡൽഹി സർക്കാരിന് തന്നെ നിഷേധിക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ഡൽഹി സർക്കാർ നടത്തുന്നില്ല. സർക്കാരിന്റെ പേരിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളെ, ജനങ്ങളെ കണ്ട് വ്യാജമായിട്ട് അപേക്ഷകൾ വാങ്ങുന്ന ആളുകളെ, ആ ആളുകൾക്കെതിരെ നടപടി എടുക്കേണ്ടി വരുമെന്ന് ഗവൺമെന്റിന്, ഡൽഹിയിലെ ഗവൺമെന്റ്, ആം ആദ്മി ഗവൺമെന്റിന് ഔദ്യോഗികമായിട്ട് ഉത്തരവിറക്കേണ്ടി വന്നു. ഡൽഹിയിലെ തിമാർപൂർ മണ്ഡലത്തിൽ പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടക്കാരിൽ നിന്ന് ആയിരക്കണക്കിന് അപേക്ഷകളാണ്, അതായത് ഡൽഹിയിലെ മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജനയുടെ പേരിൽ ആം ആദ്മി പാർട്ടി സ്ത്രീകളിൽ നിന്ന് വാങ്ങിയ അപേക്ഷകൾ. ആ അപേക്ഷകൾക്കകത്ത് ആധാർ കാർഡിന്റെ കോപ്പികളുണ്ട്, ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പികളുണ്ട്, ഒറിജിനൽ ഫോട്ടോസ് ഉണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് അപേക്ഷകളാണ് ഡൽഹിയിലെ തിമാർപൂരിൽ ഒരു നിയോജകമണ്ഡലത്തിൽ മാത്രം BJP പ്രവർത്തകർ കണ്ടുപിടിച്ചത്. ഇത് പഴയ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുടെ കടയിലെത്തിരിക്കുകയാണ്. ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് ആം ആദ്മി പാർട്ടിയെ BJP വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു വാഗ്ദാനം, ഇതൊരു കപട വാഗ്ദാനം ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് അവർ അനേകം കടകൾ, ആ കടകൾ 13,000-ഓളം കടകൾ അവരടച്ചിട്ടു. ആ 13,000-ഓളം അടച്ചിട്ട കടകൾ തുറക്കാനുള്ള സംവിധാനം BJP ചെയ്യുമെന്നാണ് പറയുന്നത്. നേരത്തെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഡൽഹിയിലെ മദ്യശാലകളൊക്കെ ഞങ്ങൾ നിയന്ത്രിക്കും, റെസിഡൻഷ്യൽ ഏരിയയിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും മദ്യശാലകൾ അനുവദിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അവരെന്താണ് ചെയ്തത്? അമിത്ഷാ പറയുന്നു, അവർ സ്കൂളുകൾക്കടുത്ത് മദ്യശാലകൾ തുറന്നു, അവർ അമ്പലങ്ങൾക്കടുത്ത് മദ്യശാലകൾ തുറന്നു. അങ്ങനെ മദ്യത്തിന്റെ പേരിൽ ഒരു വലിയൊരു കോടിക്കണക്കിന് രൂപയുടെ കുംഭകോണങ്ങൾ വരെ നടത്തി. പക്ഷെ ഒരു ഭാഗത്ത് ഞങ്ങൾ മദ്യഷാപ്പുകൾ പൂട്ടും, റെസിഡൻഷ്യൽ ഏരിയയിൽ മദ്യഷാപ്പുകളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയെ ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ് അമിത്ഷാ പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. യുവാക്കൾക്ക് തൊഴിൽ നൽകാനുള്ള സംരംഭങ്ങൾ ഏർപ്പെടുത്തും, അതേപോലെ തന്നെ നേരിട്ട് തൊഴിൽ നൽകും. അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള, സംരംഭകത്വം വളർത്താനുള്ള നിരവധി പരിപാടികൾ. അങ്ങനെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിലൂടെ 20 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകാനുള്ള സംവിധാനം, അതേപോലെ തന്നെ 1.5 ലക്ഷം പേർക്ക് നേരിട്ട് ജോലി തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് BJP ചെയ്തിരിക്കുന്നത്. ഇതോടെ തന്നെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വളരെയധികം ആവേശഭരിതമാവുകയാണ്. ഒരു ഭാഗത്ത് മൈനോറിറ്റി വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ നേടാനുള്ള ശ്രമമാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നടത്തുന്നത്. ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നടത്തുന്ന ശ്രമങ്ങൾ, ഒരേ വോട്ട് ബാങ്കിനെ പിടിച്ചെടുക്കാനുള്ള ശ്രമം, അത് പൊതുവെ BJPക്ക് ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ
കോൺഗ്രസിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകിയ രാഹുൽ ഗാന്ധി ഇപ്പോൾ അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഡൽഹിയിൽ 1700 കോളനികളെ അനധികൃത കോളനികളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടുകൂടി ആ കോളനികൾ താമസിക്കുന്ന ആളുകൾക്ക് അത് കൈമാറാനോ അല്ലെങ്കിൽ അവിടുത്തെ വായ്പ അത് ഈടുവെച്ച് വായ്പ നേടാനുള്ള യാതൊരു അവകാശങ്ങളും ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ മാറ്റുമെന്നാണ് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡൽഹിയിൽ ഓടുന്ന 13,000 ബസ്സുകൾ, ആ ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകളാക്കി മാറ്റും എന്ന വാഗ്ദാനവും BJP നൽകിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അധികം ശ്രദ്ധേയമായത് അരവിന്ദ് കെജ്രിവാളിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനമാണ്. അദ്ദേഹത്തിന്റെ ആരോപണമാണ്. അദ്ദേഹം ആരോപിച്ചത് ഇലക്ഷൻ കമ്മീഷൻ പഞ്ചാബിൽ നിന്നുള്ള പോലീസുകാരോട് വരേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് പകരം ഗുജറാത്തിൽ നിന്നുള്ള 8 കമ്പനി പോലീസിനോട് വരാൻ പറഞ്ഞിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇതിന് BJP നൽകിയ മറുപടി, ഇത്രയധികം വർഷം ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസ് അധികാരികളോട് അവരുടെ സേവനം ആവശ്യപ്പെടാറുണ്ട്. അത് ഏത് സംസ്ഥാനമെന്ന് നോക്കിയിട്ടല്ല, അത് പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരമാണ്. അത് ഉത്തർപ്രദേശിൽ നിന്നായാലും ഡൽഹിയിൽ നിന്നായാലും ഗുജറാത്തിൽ നിന്നായാലും ഹിമാചൽ പ്രദേശിൽ നിന്നായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോലീസുകാർ പോകാറുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയ പോലീസുകാർ 4ഉം 5ഉം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ശേഷം 1-2 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് തിരിച്ചെത്തുന്നത്. അത് പൂർണ്ണമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചന അധികാരമാണ്. അതൊരു സാധാരണ പ്രക്രിയ മാത്രമാണ്. ഇതിനെ പോലും ജനങ്ങളുടെ മുമ്പാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ അവതരിപ്പിക്കുന്നത് എന്നാണ് BJP അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തോട് പ്രതികരിച്ചത്.